ബിഗ് എൻഡ് ഓഫ് സീസൺ സെയിൽ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അടുത്തൊരു ഓഫർ സെയിലുമായിട്ട് നമ്മുടെ ഫ്ലിപ്കാർട്ട് എത്തിയിട്ടുണ്ട്. മെഗാ ജൂൺ ബൊനാൻസ. സത്യം പറയാല്ലേ, പല പ്രോഡക്റ്റുകളുടെയും റേറ്റ് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഈ മെഗാ ജൂൺ ബൊനാൻസ എന്ന് മാറ്റിയിട്ട് മെഗാ ഉഡായിപ്പ് ബൊനാൻസ എന്ന് ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്യൂട്ടായനെ ആ ഒരു പേര്. കാരണം പല പ്രോഡക്റ്റുകൾക്കും, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നമ്മുടെ മെയിൻ കാറ്റഗറി TWS ഒക്കെ നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ബിഗ് എൻഡ് ഓഫ് സീസൺ സെയിലിനുള്ളതിനേക്കാളും കാശ് കൂടുതലാണ് പല പ്രോഡക്റ്റുകൾക്കും. എന്നാൽ എന്താ പറയുക, ചില പ്രോഡക്റ്റുകൾക്ക് വില കുറഞ്ഞിട്ടുമില്ല. നോർമൽ ആ ഒരു റേറ്റ് ഉണ്ടല്ലോ അതിൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ എന്തിനാണ് ഇവർ ഇതുപോലൊരു ഓഫർ സെയിലിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. മേ ബി നമ്മുടെ മനുഷ്യരുടെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഓഫർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചാടിക്കയറി മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമായിരിക്കാം മേ ബി ഇങ്ങനെ ഒരു മെഗാ ജൂൺ ബൊനാൻസ എന്ന് പറഞ്ഞൊരു ഓഫർ സെയിൽ വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് ബോട്ടൊക്കെ ഇതുപോലെ ലോഞ്ച് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരും. എന്നാൽ 1799 ആണെങ്കിൽ ലോഞ്ച് ഓഫറിൽ നോർമൽ റേറ്റും കുറേ കഴിയുമ്പോഴത്തേക്കും ഈ സെയിം റേറ്റ് തന്നെ ആയിരിക്കും. എന്നാൽ ബോൾട്ട് പക്ഷേ ആ ഒരു കാര്യത്തിൽ കുറച്ചൊക്കെ ഒന്ന് വ്യത്യാസമുണ്ട്. കാരണം ലോഞ്ച് ഓഫർ 999 ആണെങ്കിൽ നോർമൽ റേറ്റ് 1299 1499 ഒക്കെ വരും. എന്നാൽ ഓഫർ സമയങ്ങളിൽ വീണ്ടും ഈ ലോഞ്ച് ഓഫറിൻ്റെ റേറ്റ് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആൾക്കാരുടെ ആ ഒരു ഓഫർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചാടിക്കയറി മേടിക്കുന്ന ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു ബലഹീനത ഉണ്ടല്ലോ, അത് മിക്കവാറും മുതലെടുക്കുന്നതായിരിക്കാം ഫ്ലിപ്കാർട്ടും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ബ്രാൻഡ് കമ്പനികളും. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ആ ഒരു TWS കാറ്റഗറിയിൽ ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയിട്ട് റാൻഡമായിട്ട് പല പ്രോഡക്റ്റുകളും കണ്ടതിൽ എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ ബോട്ട് നിർവാണ അയോൺ. എന്തായാലും നെഗറ്റീവ് പറഞ്ഞതിന് മുന്നേ ഒരു പോസിറ്റീവ് ആദ്യം പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാം. കാരണം 1699 നോർമൽ റേറ്റ്, എന്നാൽ നമുക്ക് ഇപ്പോൾ അത് 1609 രൂപ കിട്ടും. ഭയങ്കര വലിയ ഓഫർ അല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഒരു ചെറിയൊരു ഓഫർ ഞാൻ ഇതിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അത് ആദ്യം പറഞ്ഞത്. ഇത് സത്യമല്ല, കുറച്ച് നേരത്തെ മുന്നേ ഞാൻ നോക്കിയ സമയത്ത് 1999 ആയിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം 1699 അല്ലെങ്കിൽ 1799 ഒക്കെ കണ്ടുവന്ന പ്രോഡക്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് 1999 ആയി. സത്യം പറഞ്ഞാൽ ചില ആൾക്കാർ ഇതിനെക്കുറിച്ച് ഓഫറിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാത്തവർ ചിലപ്പോൾ കയറി മേടിക്കാൻ ചാൻസ് ഉണ്ട്. മേ ബി അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ മണ്ടനാക്കാം അല്ലെങ്കിൽ മണ്ടന്മാരാക്കാം എന്നുള്ള രീതിക്ക് ഉദ്ദേശിച്ചായിരിക്കാം ഫ്ലിപ്കാർട്ട് ആ ഒരു റേറ്റിലേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് 1699 വർത്താണ്, 1609 രൂപയ്ക്ക് വർത്താണ്. കൂടാതെ നമുക്ക് എടുത്ത് പറയേണ്ടത് നോട്ട് ബഡ്സ് 2R കഴിഞ്ഞ ഓഫർ സെയിൽ, അതായത് ഇപ്പോൾ 2 ദിവസം മുന്നേ കഴിഞ്ഞ ഓഫർ സെയിലിൽ 1699 വന്ന പ്രോഡക്റ്റ് ഇപ്പോൾ 1999. സോ അതും നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ റിയൽമി ബഡ്സ് എയർ 5 Pro 3799 ഓഫറിൽ ഞാൻ ഈ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആ ഒരു റേറ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നോർമൽ റേറ്റ് 4999 ആണ്. ഓഫർ സമയങ്ങളിൽ നമുക്ക് 4499 കിട്ടും. പിന്നെ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇത് ലാഭമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ 3799 കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പോ എൻകോ ബഡ്സ് 2 കഴിഞ്ഞ ഓഫറിൽ 1499 ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് 1599. സോ 100 രൂപ കൂട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ റിയൽമി ബഡ്സ് എയർ 5 3799 നോർമൽ റേറ്റ്, എന്നാൽ ഇപ്പോൾ നമുക്ക് 2799 കിട്ടും. നോർമലി ഓഫർ സമയങ്ങളിലൊക്കെ തന്നെ 2999. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയും കുറച്ച് ലാഭകരമായിട്ട് നമുക്ക് സാധനം വാങ്ങിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നതിൽ പല പ്രോഡക്റ്റുകളും നമുക്ക് ലാഭം ഇല്ലെങ്കിൽ പോലും 2-3 പ്രോഡക്റ്റുകൾ മാത്രമാണ് അത്യാവശ്യം ലാഭത്തിന് മേടിക്കാൻ പറ്റുന്നത്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽമി ബഡ്സ് T300 2299 നോർമൽ റേറ്റ്, എന്നാൽ 1999 നോർമലി ഉള്ള ഓഫർ സമയങ്ങളിൽ കാണാം. എന്നാൽ ഇപ്പോൾ നമുക്ക് 2199. സോ ഇപ്പോൾ നിങ്ങൾ അത് മേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ റിയൽമി ബഡ്സ് T110 1499 എന്നുള്ള ഇപ്പോൾ ഈ കാണുന്ന റേറ്റ് നോർമൽ റേറ്റാ. ഓഫർ സമയങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1299 വന്നതാണ്. പിന്നെ എന്തുകൊണ്ട് അവർ ഇപ്പോൾ ആ ഒരു റേറ്റ് ആക്കിയില്ല എന്ന് നമുക്ക് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ അത് നിങ്ങൾ ഇപ്പോൾ മേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു ഓഫർ എന്നുള്ള രീതിക്ക് ചാടി കയറി മേടിക്കേണ്ട ആവശ്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് കേട്ടോ പൊതുവെ നമുക്ക് ഏതൊരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും കാണാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ വില കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ഓഫറിലുണ്ടായാലോ ആ ഒരു സെയിം റേറ്റിനൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പൈസ എക്സ്ട്രാ കൊടുത്തിട്ട് സാധനങ്ങൾ മേടിക്കാതിരിക്കുക. ഓഫർ ഇതിലെന്നുള്ളതെങ്കിൽ ഓഫർ ഇപ്പോൾ ഇതിനകത്ത് കുറഞ്ഞില്ലെങ്കിൽ അടുത്തൊരു ഓഫർ അല്ലെങ്കിൽ അടുത്ത ഓഫറിൽ വില കുറയാൻ ചാൻസ് ഉണ്ട്. മേ ബി ഇതൊരു അവരുടെ സ്ട്രാറ്റജി ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ 1699 നമ്മുടെ നോട്ട് ബഡ്സ് 2R, അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് 1999 വന്നു. എന്നാൽ അതിൻ്റെയൊക്കെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 2799 ഇനി നമ്മൾ ചോദിക്കും, അയ്യോ ഇനി വില കൂടിയാലോ എന്നുള്ള രീതിക്ക് എങ്കിൽ 1999 കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞെങ്കിൽ വാങ്ങിക്കും. പക്ഷേ ചിലപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത ഓഫറിൽ വില കുറയാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല, ചിലപ്പോൾ ഈ അടുത്ത ഓഫറിലും ഈ സെയിം റേറ്റ് ആയിരിക്കും, എന്നാൽ അതിൻ്റെ അടുത്ത ഓഫറിൽ ഇതിൻ്റെ വില കുറയാൻ ചാൻസ് ഉണ്ട്. പൊതുവെ ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്, അല്ലാണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു സാധനം ആഗ്രഹിച്ച് വാങ്ങിച്ചു അല്ലെങ്കിൽ നമ്മളൊരു സാധനം ഏറ്റവും കൂടുതലായിട്ട് വിഷ് ലിസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ അതിനായിരിക്കും വില
കൂടുതലായിട്ട് കൂടുന്നത്. ചിലപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വില അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ കൂടുതൽ അങ്ങോട്ട് ആഗ്രഹിക്കേണ്ട ഒരു പ്രോഡക്റ്റുകളും ഏതിനാണോ വില കുറയുന്നത്, ഞാൻ ഓൾറെഡി ഇതിൻ്റെയൊക്കെ തന്നെ അൺബോക്സിങ്ങും ഓവിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഏതിനാണോ എന്താ പറയുക നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ലാഭകരമായിട്ട് വാങ്ങിക്കാൻ പറ്റുക ആ സമയത്ത് പോയി വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ഓഫർ സെയിലിൽ നമുക്ക് വാങ്ങിച്ചുകൂടാത്ത കുറേ ഇയർബഡുകളുടെ വിശേഷങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പൊതുവേ നമ്മൾ വാങ്ങിക്കുന്ന വീഡിയോകളാണ് ചെയ്യുന്നുള്ളത്, എന്നാൽ ഇത്തവണയാണ് ആദ്യമായിട്ട് വാങ്ങിച്ച് കൂടാത്ത ഓഫർ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.